ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ട് പോവുകയാണ്. ഇത് നമ്മൾ ഇത്രയും ദൂരം പിജിയൻ വരെയാണ് കണ്ടത്. അതിൻ്റെ ബാലൻസ് നമ്മൾ അടുത്ത ആനിമലിൻ്റെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അങ്ങോട്ട് നമുക്ക് കടക്കാം. അതിന് മുമ്പ് ഇവിടെ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കാണാനൊരു നല്ലൊരു വൈബാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വൈബുണ്ട്. അപ്പോൾ നമ്മൾ എന്നാണേലും ഇത് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മളൊരു മയിലാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. ഇങ്ങോട്ട് മാറി നിന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇതിൻ്റെ അകത്തൊരു മയിൽ കിടപ്പുണ്ട്. വേണ്ട, മയിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മളൊരു ഫാമുണ്ട്. അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ചെടികൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ നമ്മുടെ നാട്ടിലെ കടലാസ് റോസ ഇത് അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇത് വലിയ വേറെ ഇതൊന്നുമില്ല. കടലാസ് റോസ് മെയിനായിട്ട് അങ്ങറ്റം വരെ ഒരു ലൈൻ ഫുള്ള് കടലാസ് റോസയാണ്. പിന്നെ ചെറിയ ചെറിയ ചെടികൾ, കറ്റാർവാഴ അങ്ങനെയുള്ള ചെടികളാണ് അതിൻ്റെ അകത്ത്. പിന്നെ നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പം ഇനിയാണ് നമ്മൾ മെയിനായിട്ടുള്ള പ്ലേസിലേക്ക് പോകുന്നത്. ഇവിടെ ഞാൻ ഇതിന് മുമ്പൊന്ന് കഴിഞ്ഞ വീഡിയോക്കകത്തൊരു ചെറിയ ബാക്ക് സൈഡ് ഒരു ഭാഗം കാണിച്ചിരുന്നു. ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിശ്രമിക്കാനുള്ള ഒരു ഏരിയയാണ് ഇതിവിടെ. നമുക്കിപ്പം ടയർഡാകെ ഇതിലെല്ലാം നടന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് വിശ്രമിക്കാം, ഫുഡ് കഴിക്കാം. അങ്ങനെ ഇവിടെ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. ചെറിയ നമുക്ക് ചായ കുടിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ അതിൻ്റെ അകത്തുകൊണ്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം ഇരുന്ന് നമുക്ക് ഫുഡ് വേണം, ഫുഡ് കഴിക്കാം, വിശ്രമിക്കാനുള്ള സ്ഥലമാണ് ഇവിടെ. ഇവിടെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു വൈബാണ്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫീലിംഗ്, നല്ലൊരു ഇപ്പോഴത്തെ തണുപ്പ് സീസണും കൂടെ ആയതുകൊണ്ട് ഒരു നല്ല പ്രത്യേക ഒരു ഇതാണ്. വേണ്ട, ഇവിടെയൊക്കെ നമുക്ക് വന്നിരിക്കാം. ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് എൻജോയ് ചെയ്യാവുന്നൊരു വൈബുണ്ട് ഇവിടെ. ചെറിയ തണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങോട്ട് നമ്മൾ ഇറങ്ങുന്ന വഴിക്കുള്ളതാണ് ഒരു ഇതുകൊണ്ട് ചെറിയ ഈ കണ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ചെറിയൊരു ഇതിൻ്റെ അകത്ത് നമുക്ക് പിള്ളേർക്കൊക്കെ കളിക്കാനുള്ളൊരു സംഭവമാണത്. ഇതിൻ്റെ അകത്തേക്ക് നമ്മളിപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറുന്നില്ല. അവിടെ ഒരാളുണ്ട്, അവിടെ ഇതുണ്ട്. അതിൻ്റെ അകത്തേക്ക് എറിയാനും പിടിക്കാനും മറ്റേ ഇതൊക്കെയാണ് സംഭവം. നല്ല ഒരു എൻജോയ്മെൻറ്റ്, ഇത്രേ ഉള്ളൂ, ഒരു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ്. പിന്നെ ഇവിടെ നമുക്ക് നേരെ അങ്ങ് നടന്നു പോയി കഴിഞ്ഞ് കഴിയുമ്പം ഇവിടെ ഒരു ചെറിയ ഷോപ്പുണ്ട്. അതായത് ഈ അച്ചാറ് ഇത് അങ്ങനെ ഈ വിനാഗിരിയിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന നെല്ലിക്ക അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇതിൻ്റെ അകത്ത് കിട്ടും. നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം. വേണ്ട, അപ്പം അതിങ്ങനെ വലിയൊരു ഷോപ്പാണ്. അതിൻ്റെ അകത്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നമുക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കാം. താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാൻ വേണ്ടി അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണിത്. ഒലിവുണ്ട്, പിന്നെ നെല്ലിക്ക, അങ്ങനെ പല ഐറ്റംസുകളുണ്ട്. അതായത് ഇവിടെ ഒരു ഹാൻഡ് മെയ്ഡ് ഐറ്റംസാണ് ഇത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ, വാങ്ങിക്കാം. സംബന്ധിച്ച് ഓരോ ആൾക്കാരുടെ എന്താ പറയുക സൃഷ്ടി ഓരോരുത്തരുണ്ടാക്കി വെച്ചിരിക്കുന്നതാണിത്. അത് നമുക്ക് വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം. സെൽഫ് മെയ്ഡ് ഐറ്റംസ്. വേണ്ട, നന്നായിട്ടുണ്ട് കേട്ടോ. കാണാനും നല്ല നല്ല ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു വൈബാട്ടോ. ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു വ്യൂ ഉണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറത്തേക്ക് കയറുമ്പോൾ അവിടെയാണ് ആനിമൽസ്, നമുക്ക് ഫാമാണ്, ആനിമൽ ഫാമാണ്. അതിൻ്റെ അകത്ത് മാന് ഇതൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇതിൽ അങ്ങോട്ട് കയറി കഴിയുമ്പം നേരെ അങ്ങോട്ടാണ് പോകുന്നത്. വേണ്ട,
അപ്പോൾ നമുക്ക് ഇതേ അതിൻ്റെ അകത്തേക്ക് കയറാം. അതാണ് ഇവിടെയാണ് ഇത് മാനുകളാണ് ഇഷ്ടംപോലെ ഉണ്ട്, നിറച്ചുണ്ട് ഇതിൻ്റെ അകത്ത്. വേണ്ട ഇങ്ങനെ ചാടി നടക്കുവാണ്. മാനിൻ്റെ ഫാമാണിത്. ഒത്തിരി ഉണ്ട്. ഇത് 2 ഇതായിട്ട് സെക്ഷനായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുക. അത് തുറന്നിട്ടിരിക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാൻ നിങ്ങൾക്ക് വലിയതായത് ഒത്തിരി ഉണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളെ താറാവുകൾ, കോഴി, മാൻ ഇതെല്ലാം ഉണ്ട്. അങ്ങോട്ട് നമുക്ക് പോവാം. ഇതിപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞ് ഇതാണ് ഇത്. നമുക്ക് ഇങ്ങോട്ട് നമുക്കിത് അവിടുത്തെ വെള്ള സപ്ലൈ ആണിത്. ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ അങ്ങോട്ട് പോവാം. നേരെ പോകുമ്പോൾ അവിടെ താറാവിൻ്റെ സെക്ഷനൊക്കെ കാണാം. ഇതാണ് താറാവുകളെ കൊള്ള സെക്ഷനായത്. നല്ല കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെ എല്ലാം താറാവുകൾ ഇഷ്ടംപോലെ താറാവുണ്ട്. നമുക്ക് നോക്കാം. എന്താണ്ട അതിൻ്റെ അകത്തോടെ നടക്കുന്നു. ഇവിടെ എല്ലാം കിടപ്പുണ്ട് താറാവ്. ഇഷ്ടംപോലെ താറാവുണ്ട്. ഇതിപ്പോൾ അങ്ങോട്ട് ഇത് ഒരു സെക്ഷൻ താറാവുകളുടെ സെക്ഷൻ മാത്രമാണ്. ഇത് അങ്ങേ അറ്റം വരെ. അതെ, നമുക്കിതിലേ അങ്ങ് പോവാം. മൊത്തം താറാവാ. അങ്ങേറ്റം വരെ. അതെ, വേണ്ട ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ താറാവ് സെക്ഷൻ കഴിയുമ്പോൾ പിന്നെ അടുത്ത സെക്ഷനിൽ കോഴിയാണ്. ഇവിടെ വരെ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴി. ഇത് കോഴി ഫാം. ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കോഴി ഫാമാണ്. വേണ്ട ഇഷ്ടംപോലെ കോഴികളൊക്കെ ഉണ്ട്. ഈ കോഴി ഫാമിൻ്റെ ഇവിടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് പോകാം. അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പശുക്കളാണ്. കിടാങ്ങൾ ഒത്തിരിയൊന്നുമില്ല, 4 ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഒട്ടകപ്പക്ഷിയുടെ ഒരു ഭാഗമാണിത്. ഒത്തിരിയൊന്നുമില്ല, 5 ഉള്ളൂ. എന്തായാലും ഇവിടെ വരുന്നവർക്ക് ഇതെല്ലാം ഒന്ന് കണ്ട് നല്ല എൻജോയ് ചെയ്ത് പോകാൻ ഉള്ളൊരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് പുറത്തേക്ക് കിടന്നിട്ട് ഇവിടുന്ന് ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിക്ക് നേരെ അടുത്ത ഒരു സെക്ഷനിലേക്ക് കയറാം. ആ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിവിടെ കയറുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ കുറേ ആട്, ഈ മേട്ടിലൂടെയൊക്കെ കയറി നടക്കുന്ന ചെറിയ ആടുകൾ ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ കുറേ ഈ നമ്മളെ വാത്ത അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. വാത്ത അതൊക്കെ ഇതിൻ്റെ ഇങ്ങോട്ട് നമ്മൾ അങ്ങ് കയറി ചെല്ലുന്ന വഴിക്ക് കാണാം. വാത്തയുണ്ട്. കുറേ പക്ഷികളും വാത്തയും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ എല്ലാം നല്ല സജീവം അടിപൊളി സ്ഥലമാണ്. ഇങ്ങോട്ട് ആടുകളുടെ സെക്ഷൻ ആ സൈഡിലേക്ക് പോകാം. ഇവിടെ നിന്ന് കയറി അങ്ങോട്ട് ചെല്ലുന്ന വഴിക്ക് നമുക്ക് കാണുന്ന ഇതുണ്ട, ഇതിൻ്റെ മേളിൽ കൂടെ ഒക്കെ ആടുകൾ ഓടി നടക്കും. എന്താ പറയുക, ഒരു പ്രത്യേക വൈബ് അതിൻ്റെ അത്. എല്ലാവരും വന്ന് പുല്ലൊക്കെ പറിച്ച് ആടുകൾക്ക് കൊടുക്കുന്നുണ്ട്. വേണ്ട ഇങ്ങോട്ട് വേണം. ഓക്കെ, അതാണ് ഇതിൻ്റെ അകത്തൂടെ. പിന്നെ ഇതിലെ അങ്ങനെ കറങ്ങി അതിലെ അങ്ങനെ തിരിച്ച് പോവുകയാണെങ്കിൽ ഉണ്ടോ മേളിൽ കയറി നിൽക്കുക. ഇതാണ് വാത്ത, നമ്മുടെ നാട്ടിലെ വാത്ത.
ഉണ്ടോ? എല്ലാം നല്ലൊരു നല്ല സൂപ്പറാണെന്ന് പറയാൻ പറ്റുള്ളൂ നമുക്ക്. ഒരു ദിവസം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നഷ്ടമില്ല. എല്ലാം കണ്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് തിരിച്ചു പോരാം. എവിടെ അത് കണ്ടത്, എവിടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, വേണ്ട ഇവിടെ വന്ന് നമുക്ക് സ്റ്റേ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നമുക്ക് തിരിച്ച് റിട്ടേൺ പോകുന്നൊരു സൈറ്റിലാണ്. നമുക്ക് അങ്ങോട്ട് നീങ്ങാം. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പം വേണ്ട നല്ലൊരു രസമുള്ള സ്ഥലം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു കുതിരവണ്ടിയൊക്കെ കിടപ്പുണ്ട്. വേണ്ട അവിടത്തേക്ക് നമുക്ക് സവാരി നടത്തേണ്ടവർക്ക് നടത്താം. ഇത് ട്രെയിനാണ്, ട്രെയിൻ വരുന്നുണ്ട്. അതിലും നമുക്ക് വേണമെങ്കിൽ യാത്ര ചെയ്യാം. ഇതിൻ്റെ അത് കഴിഞ്ഞാൽ മൊത്തം അതിൻ്റെ അകത്തോട് കൊണ്ടുപോയി കാണിച്ച് തിരിച്ചു കൊണ്ടുവരും. ഇത് ഒലിവിൻ്റെ മരം, ഒലിവുക. അവിടെ ഒരു ഏരിയ മൊത്തം ഇതേ ഒലിവിൻ്റെ കായാണിത്. ഒലിവ് മരം ചെറിയ പ്ലാന്റാണ്. ഉണ്ടോ, കായൊക്കെ ഉണ്ട്. അതിങ്ങനെ അങ്ങേറ്റം വരെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിന് അങ്ങോട്ട് പോവാം. ഇതവിടുത്തെ നമുക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേ ഗ്രൗണ്ടാണ്. ഇതിനകത്ത് പിള്ളേർക്ക് നമുക്കൊക്കെ അവിടെ ഒരു ഷോപ്പുണ്ട്. അവിടെ നമുക്ക് കോഫിയോ ഒക്കെ വാങ്ങിക്കാം. അവിടെ പോയി ഇവിടെ ഇരുന്ന് വിശ്രമിക്കാം. മസാജ് ചെയ്യാൻ വേണ്ടി അവിടെ ഈ മസാജ് ചെയ്യുന്ന ചെയറുണ്ട്. അവിടെ നമുക്ക് മസാജ് ചെയറുണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് ചെറിയ കയറി ഇരുന്ന് മസാജൊക്കെ ചെയ്യിക്കാം. പിന്നെ സൈക്കിള് ഇതിൻ്റെ അകത്ത് പിള്ളേർക്ക് കളിക്കാനുള്ള ഷൂ മറ്റു വീൽ ഷൂ ഉള്ള ഇതാണ്. ഉണ്ടോ, റെസ്റ്റോറൻ്റാണത്. ഇതിൻ്റെ അകത്താണ് ആ ഷൂ ഇട്ടുകൊണ്ട് ഇതിൻ്റെ അകത്ത് കിടന്ന് കളിക്കുന്നത്. പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയയാണിത്. പിന്നെ ഇവിടെ 2 കിണറൊക്കെ ഉണ്ട്. കിണറെല്ലാം കുളം പോലെ ചെറിയ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അതെല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെറിയ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ. പിന്നെ 2 ഇതുണ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞ മസാജ് ചെയർ ഉണ്ടെന്ന് പറഞ്ഞത്. ഇതാണ് മസാജ് ചെയ്യാൻ വേണ്ടിയുള്ള 2 ചെയർ. അതിൻ്റെ ഇടയ്ക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം. തൊട്ടപ്പുറം 2 ചെയർ ഇതാണ്ട് കിടക്കുന്നു. മസാജ് അകത്തൊക്കെ എറിയുന്നത് മസാജ് ചെയ്യും. പിന്നെ 2-3 കുഞ്ഞാട്ടും കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. വേണ്ട, ഇത് ഇത്രയും വളർച്ച എത്തോളം തോന്നുന്നത്. തീരെ ചെറുതാണ്, തീരെ ചെറിയ ആട്ടുംകുഞ്ഞ്. അപ്പോൾ നമ്മളങ്ങനെ ഇന്നത്തെ പരിപാടി ഇവിടെ പൂട്ടി. നമുക്ക് ഇനിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ഇവിടെ കുവൈറ്റിൽ തന്നെ വേറൊരു സ്ഥലമുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് കുവൈറ്റ് ഓൾഡ് ലൈഫ് ഓഫ് ദ കുവൈറ്റ് എന്നും പറഞ്ഞുകൊണ്ടൊരു സംഭവമുണ്ട് ഇവിടെ. ഒരു ഖൈഫ ഹെറിറ്റേജ് വില്ലേജ് എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ഒരു വീഡിയോ അവിടെ ആയിട്ട് എടുക്കാൻ വേണ്ടി നമുക്ക് പോവാം. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള ഈ ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ ഓക്കെ, ബായ്. അപ്പോൾ എല്ലാവരും ഇത് കാണണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് മേലിലേക്ക് ഇച്ചിരി ഒന്ന് സെറ്റപ്പ് ആക്കണം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.